ഞാൻ നമ്മളെ കേൾക്കുന്നവരോട് പറഞ്ഞതാ, കേൾക്കുമ്പോഴത്തേക്ക് അയ്യപ്പൻ എന്ത് പറയാം, ഞാൻ നമ്മൾ തമ്മിലല്ലോ, നമ്മൾ ജനത്തിനോടല്ലേ സംസാരിക്കുന്നത്. ഞാൻ ജനത്തിനോട് നീ നമ്മുടെ നരസിംഹത്തിനകത്ത് ഇതിന്റെ ഇടയ്ക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ചുമ്മാ പറഞ്ഞു കേട്ടോ. പലരും അറിയത്തില്ല, നന്ദഗോപാൽ മാരാരുടെ എൻട്രി ഉണ്ടല്ലോ, ആ എൻട്രി ഡയലോഗ് ഓർമ്മയുണ്ടോ? ഡയലോഗ് ഇതാണ്, നിർത്തണ പട്ടികളെ, എന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തെ തൊടില്ല. ഇതാണ്. ഇതെന്താ സംഭവിച്ചെന്നറിയാമോ? ആക്ച്വലി ഒരു മോഹൻലാൽ സിനിമയിൽ ഹ്യൂജ് മോഹൻലാൽ ഫാൻസ് ഈ നരി എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കയുടെ പടം ഇന്ത്യ ടുഡേയിൽ വരുന്നത് കാണിക്കുമ്പോൾ, മമ്മൂക്കയുടെ പടം ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് തിയേറ്ററിൽ സ്വാഭാവികമായിട്ടും ഒരു കൂവൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഇത് തിരിച്ചറിഞ്ഞ ബുദ്ധിമാനായ രഞ്ജിത്ത് ഈ കൂവലിനെ മാരാരുടെ ഒരൊറ്റ ഡയലോഗിൽ നിർത്തണം പാട്ടികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയ എന്റെ രോമത്തെ തൊടത്തില്ലെന്ന് പറയുന്നത് ഈ തിയേറ്ററിൽ നിന്ന് കൂവിയവന്മാരോടാ. അതോടുകൂടി എന്റെ കണ്ണാക്കലടിച്ചാൽ കഥ നിർത്തിയും ചെയ്യും. കാരണം നമ്മൾ കൂവുമ്പം ആ കഥ അത്രയും പവർഫുള്ളായിട്ട് മാരാരുടെ ഡയലോഗ് ഇപ്പം നിർത്തണ പട്ടികളെന്ന് പറയുന്നത്. അപ്പൊ ഇത് അതുപോലെ ഞാൻ പറഞ്ഞത്, ഈ ഉത്തരേന്ത്യൻ ജനതയുടെ പ്രബുദ്ധത എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവരൊക്കെ എന്നിട്ട് ചാണകം തിന്നുന്നവരെ നമ്മൾ പരിഹസിക്കണം. സീരിയസ്ലി നമ്മൾ മനസ്സിലാക്കണം, ഇന്ദിരാഗാന്ധിയോളം കരുത്തയായ പവർഫുള്ളായിട്ടുള്ള ഒരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപക്ഷെ വിശ്വസിക്കുന്നത് നരേന്ദ്രമോദിയെ കാട്ടി പവർഫുൾ. കാരണം ഇന്ന് മോദിയുടെ കയ്യിൽ എല്ലാം ഉണ്ട്, നമുക്ക് സപ്പോർട്ടിന് അല്ല. ഒരുപക്ഷെ അദ്ദേഹം നേടിയെടുത്തതൊക്കെ ആകാമെങ്കിൽ പോലും നമ്മൾ ഇന്ത്യ അത്രയും വലുതായി. പണ്ട് നമ്മൾ അത്രയും ഇല്ല. നമ്മളെ പരിഹസിക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക പോലെ ഒരു രാജ്യം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് അറബിക്കടലിൽ നമ്മളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ആർജവം, പരാജയപ്പെടുമോ ജയിക്കുമോ എന്ന് നോക്കിയിട്ടൊന്നും അല്ലല്ലോ. ഇപ്പം നമ്മൾ ബംഗ്ലാദേശിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കത്തക്ക ഇതിൽ ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയെ നമ്മൾ തോൽപ്പിച്ചില്ലേ? ആരാ തോൽപ്പിച്ചത്? ഉത്തരേന്ത്യക്കാരല്ലേ തോൽപ്പിച്ചത്? ഇന്ദിരാഗാന്ധി രാജ്യത്ത് ഫാസിസം അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ജനങ്ങളെ ദ്രോഹിച്ചപ്പോൾ, ഇവിടെ ജനാധിപത്യം നഷ്ടപ്പെട്ടപ്പോൾ ആ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചിട്ട്, അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ അടിമകളല്ല ഞങ്ങൾ അല്ലെ? അങ്ങനെയാണല്ലോ അവിടുത്തെ ജനത തിരിച്ച് റിയാക്ട് ചെയ്ത് കൊടുത്തത്. ഇനി ഇപ്പുറത്തേക്ക് വാ, രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചില്ലേ അമേഠിയിൽ? തിരിച്ചു വാ, വീണ്ടും തോറ്റില്ലേ സ്മൃതി ഇറാനി? ഇവിടെ കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂ? അല്ല, കേരളത്തിൽ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ല, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമല്ല. ഇവിടെ ഏതെങ്കിലും പത്മജ തോറ്റില്ലേ തൃശ്ശൂർ? അല്ല, നമ്മൾ ആരെ പറ്റിയാ പറയുന്നത്? ഞാൻ പറയുന്നത് പത്മജ വേണുഗോപാലിനൊന്നും ഇവിടെ നിന്നും ഞാൻ ഇപ്പൊ ഉമ്മൻചാണ്ടി സാർ